ഗൈസ്, പാതിരാത്രി 12 മണിക്ക് ഗൂഗിൾ മാപ്പ് ചതിച്ചു. കാട്ടിലെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് എന്റെ അമ്മ ഇതിനകത്ത് താമസം കൊണ്ടാ. ഹലോ, സത്യത്തിൽ നമുക്കിന്ന് ഒരു വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഡ്യൂട്ടിയെ കഴിഞ്ഞ് പോയി ഇടാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് ആയിഷ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ട് ഭയങ്കര ജാടിയിൽ വന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊക്കെ പൊളിഞ്ഞു. ഡ്യൂട്ടിയിൽ ഇരുന്ന സമയത്തായിരുന്നു നമുക്കൊരു ഫോൺ കോൾ വരുന്നത്. ആളുടെ മെഹന്തി ആർട്ടിസ്റ്റ് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോ അർജന്റായിട്ട് ഞങ്ങൾ ചെല്ലാവോ എന്ന് ചോദിച്ചു. ലൊക്കേഷൻ ചോദിച്ചപ്പോ വെഞ്ഞാറമൂടെന്ന് അടുത്തായിരുന്നു. ക്ലിനിക്കിന്റെ അടുത്തായിട്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അവിടെ ചെന്ന് മെഹന്തി ഇട്ടോണ്ടിരുന്നപ്പോ അടുത്ത ഫോൺ കോൾ. അതൊരു എൻഗേജ്മെന്റ് ഹെന്നയായിരുന്നു. ആക്ച്വലി അവർ നമ്മളെ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ കാരണത്താൽ അത് ക്യാൻസൽ ആയി. പിന്നും അവര് പ്ലാൻ മാറ്റിട്ട് ഞങ്ങളെ തന്നെ വിളിച്ചു മെഹന്തി ഇടാൻ. കുറച്ചൊന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞെങ്കിലും ഓർഡർ കൺഫേം ആയി. അങ്ങനെയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾക്ക് 3 വർക്കായത്. പിന്നെയാണ് നമ്മൾ ഓരോ ബ്രൈഡിന്റെ ലൊക്കേഷൻ നോക്കിയത്. അപ്പൊ മൂന്ന് ദിക്കിലായിരുന്നു. അപ്പൊ മെഹന്തി വർക്കിന്റെ സ്പീഡും കൂടി. അങ്ങനെ ആദ്യത്തെ വർക്ക് നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ടൈമിലൊക്കെ തന്നെയാട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബ്രൈഡ് തന്നെ അതിശയിച്ചു പോയി. ഇത്രയും പെട്ടെന്ന് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ലൊക്കേഷനിലോട്ട് ഓടിയൊന്നല്ലാട്ടോ പോയത്, കാറിൽ തന്നെയാ. കൗഡിയാറുള്ള വിൻസർ രാജധാനിയായിരുന്നു 2ാമത്തെ ലൊക്കേഷൻ. ഓടിയറച്ച് അവിടെ ചെന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ബ്രൈഡ് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്നൊരു പുത്തിരിയല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഷടപടിയെന്ന് അതും കംപ്ലീറ്റ് ചെയ്തു. ആ വെപ്രാളത്തിൽ ചോക്ലേറ്റ് കൊടുക്കാൻ മറന്നു. ഞങ്ങൾ കൊടുക്കുന്നത് ചെറിയൊരു ചോക്ലേറ്റ് ആണെങ്കിലും ബ്രൈഡ്സ് ഒക്കെ നല്ല ഹാപ്പിയാണ്. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞാശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും കമന്റ് ചെയ്യണേ. ഇതും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ 3ാമത്തെ ലൊക്കേഷനിലോട്ട് പോയി. ലേറ്റ് ആവുകയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ ഒരു ലൊക്കേഷൻ ഓക്കെ പറഞ്ഞതിന്റെ കാരണം അറിയാം. ഇതിന്റെ അടുത്തായിരുന്നു എന്റെ വീട്. വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാല്ലോ. എന്റെ വീട്ടിൽ പോകാനുള്ള ഒരു അവസരവും ഞാൻ പഴക്കാറില്ല. ഒരു കാര്യം പറയാൻ മറന്നു. വിൻസറിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നൊരു കട്ടനും കുടിച്ചു. സമയം രാത്രി 2 മണിയോടെ അടുക്കാറായെങ്കിലും ഇവിടെ ഉള്ളൊരു ഫുൾ ഓണാട്ടോ. ഡ്രസ്സ് ഡിസൈൻ ചെയ്യലും മെഹന്തി ഇടലുമായിട്ട് എല്ലാവരും ഒരേ വൈബായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ രാത്രി 2:15. ഇക്കായും മറുവായും കാറിൽ കിടന്ന് സുഖം ഇറക്കായി. തിരിച്ചു പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഒരു ഫാമിലിയെ കണ്ടു. വേറെ ആരും ഇല്ലാട്ടോ, അതൊരു പന്നി ഫാമിലി ആയിരുന്നു. അപ്പൊ ഇനി എന്താ, ഗുഡ് നൈറ്റ്.